കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് വിമൻ ഓൺ വീൽ തട്ടിപ്പ് കേസിനെ കുറിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ ഭയത്തോടു കൂടി കേട്ടൊരു കാര്യം, പെരിന്തൽമണ്ണ കേന്ദ്രീകരിച്ചും ഈ തട്ടിപ്പിന് ആധാരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യം, പെരിന്തൽമണ്ണ MLA തന്നെ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുകയും അതിലേക്ക് ആളുകളെ കൂട്ടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നുള്ള MLA തന്നെ രൂപീകരിച്ചിട്ടുള്ള MLAയുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ വളരെ വ്യക്തമായി ഈ പരിപാടിയിലേക്ക് ആളുകളെ ചേർക്കുന്നതിന് വേണ്ടി പത്രക്കുറിപ്പ് ഇറക്കുകയും ആ പത്രക്കുറിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസുമായി ബന്ധപ്പെടാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിൽ നിന്ന് MLA ഓഫീസിൽ പണം കൊണ്ടേ കൊടുക്കാൻ ആവശ്യപ്പെട്ട് MLA ഓഫീസിൽ നിന്ന് തന്നെ റെസീറ്റ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു മടിയും ഇല്ലാതെ ആളുകളെ പറ്റിക്കുന്നതിന് വേണ്ടി, ആളുകളുടെ പണം തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് MLA നടത്തിയിട്ടുള്ളത്. ഒരു നിയമസഭാ അംഗം എന്നുള്ള നിലയ്ക്ക് വലിയ ഉത്തരവാദിത്വത്തോടുകൂടി പെരുമാറേണ്ട MLA ആളുകളുടെ പരിമിതിയെ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറായി ആ പരിമിതികൾ ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അത് ഏറ്റവും പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട കാര്യമാണ്. രാഷ്ട്രീയമായും ധാർമ്മികമായിട്ടും MLA ആയി തുടരാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവും ഇല്ലാത്ത സാഹചര്യം വന്നിരിക്കുകയാണ്. ഇവിടെ ലാപ്ടോപ്പിന് വേണ്ടി, സ്കൂട്ടിക്ക് വേണ്ടി, തയ്യൽ മെഷീന് വേണ്ടി ഒക്കെ ആളുകൾ അവിടെ പണം അടച്ചിട്ടുണ്ട്. അടയ്ക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നത് 40 ദിവസം കൊണ്ട് ഡെലിവറി കൊടുക്കും എന്നായിരുന്നു. അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ വെളിപ്പെട്ട് വന്നിട്ടുള്ള ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി എന്ന് മനസ്സിലായിരിക്കുകയാണ്. ഇതിൻ്റെ ആവാൻ വേണ്ടി പോയിട്ടുള്ള പാവപ്പെട്ട ആളുകൾ ഇപ്പോൾ പരാതി കൊടുത്തുകൊണ്ടിരിക്കുക. മനസ്സിലാക്കുന്നത് പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ MLA സ്ഥാനത്ത് തുടരാതെ MLA സ്ഥാനം രാജിവെച്ച് ഒഴിയണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അതുപോലെ തന്നെ ഈ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള സാധാരണ മനുഷ്യരുടെ പണം എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനവും ഉണ്ടാക്കണം. എത്ര പേര് പെരിന്തൽമണ്ണയിൽ മാത്രം ഇരയായി എന്ന് ഇപ്പോഴും പറയാറായിട്ടില്ല. പെരിന്തൽമണ്ണയിലെ 6 പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇതിന് MLA അവരുടെ സംഘടനാ സംവിധാനത്തെ കൂടി ഉപയോഗിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ചില പ്രദേശങ്ങളിലൊക്കെ ലീഗിൻ്റെ പ്രധാന ഭാരവാഹികളൊക്കെ ഈ പദ്ധതിയെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഈ പദ്ധതിയുടെ പ്രചാരകരും സംഘാടകരും ഒക്കെ ആയി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ അനന്തകൃഷ്ണൻ കേസ് വന്നതോടുകൂടിയാണ് ആളുകൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പോൾ 100 കണക്കിന് ആളുകൾ ഇരയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതേസമയം എത്ര പേർ ഇരയായി എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വരും ദിവസങ്ങളിലാണത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. തയ്യൽ മെഷീൻ്റെ 4 തരത്തിലുള്ള തയ്യൽ മെഷീൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇതിനൊക്കെ ഈടാക്കിയ തുകയും പെരിന്തൽമണ്ണയിലെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈടാക്കിയ തുകയും രണ്ടും രണ്ടാണ്. 20,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന് മറ്റിടങ്ങളിൽ ഈടാക്കിയതെങ്കിൽ പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം നേതൃത്വം നൽകുന്ന മുദ്ര ഫൗണ്ടേഷൻ ഈടാക്കിയത് 21,000 രൂപയാണ്. അതിന്റെ റെസിപ്റ്റാണ് ഇപ്പോൾ ഇവിടെ നേരത്തെ കാണിച്ചു തന്നത്. സമാനമായ രീതിയിലാണ് ബൈക്കിനാണെങ്കിലും മറ്റ് തയ്യൽ മെഷീൻ ആണെങ്കിലും എല്ലാം ഈടാക്കിയത്. 1000 രൂപ മുതൽ 4,000 രൂപ വരെ 1000 രൂപ മുതൽ 4,000 രൂപ വരെ അധികമായി പെരിന്തൽമണ്ണയിൽ ഈടാക്കിയിട്ടുണ്ട്.
അപ്പോ അനന്തകൃഷ്ണനും MLA-യും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു തട്ടിപ്പ്. രണ്ടാമത്തത്, അനന്തകൃഷ്ണന് 20,000 രൂപയാണ് ഒരു ലാപ്ടോപ്പിന് നൽകേണ്ടതെങ്കിൽ, അങ്ങനെയാണ് നൽകേണ്ടത്, 20,000 അനന്തകൃഷ്ണന് നൽകേണ്ടത്. അപ്പൊ 21,000 രൂപ പെരിന്തൽമണ്ണയിൽ ഈടാക്കുകയാണ്. അതിന്റെ റെസിപ്റ്റ് ഇവിടെ കാണിച്ചല്ലോ, വളരെ വ്യക്തമാണ്. ഒരു ഉപഭോക്താവിന്റെ കയ്യിൽ നിന്ന്, ഒരു ഗുണഭോക്താവിന്റെ കയ്യിൽ നിന്നും ഈടാക്കിയ പണത്തിന് നൽകിയ റെസിപ്റ്റാണ്. അപ്പൊ 1000 രൂപ പിന്നെ എവിടെ പോയി? അതിനും MLA ആണ് മറുപടി പറയേണ്ടത്. അപ്പൊ 1000 രൂപ മുതൽ 4,000 രൂപ വരെ അധികമായി ഈടാക്കിയ തുക MLA-യും ഈ കൊള്ള സംഘവും എന്തു ചെയ്തു എന്ന് പറയാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ 2 തരത്തിലാണ് ഇവിടെ പെരിന്തൽമണ്ണക്കാരെ നജീബ് കാന്തപുരം MLA ഒരു മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ പറ്റിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. പിന്നെ എല്ലാം അക്കൗണ്ട് വഴിയാണെന്ന് പറഞ്ഞ് കള്ളത്തരാണ്. അങ്ങനെയല്ല. ഇപ്പൊ ഞങ്ങൾ കാണിച്ച റെസിപ്റ്റ്, ഈ റെസിപ്റ്റിലെ കക്ഷി അവിടെ അപേക്ഷ നൽകുകയും MLA ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ MLA ഓഫീസിൽ പോയി MLA-യെ കണ്ട് നേരിട്ട് മുദ്ര ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടവർക്ക് MLA ഓഫീസിൽ വെച്ച് പണം കൈമാറി. അത് അക്കൗണ്ട് വഴിയല്ല, പണമായി തന്നെ കൈമാറി 21,000 രൂപ. അങ്ങനെ 21,000 രൂപ പണമായി കൈമാറിയതിന്റെ റെസിപ്റ്റാണ് ഇവിടെ കണ്ടത്. അക്കൗണ്ട് വഴിയാണെങ്കിൽ അത് അനന്തകൃഷ്ണന് നൽകിയതാണല്ലോ. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ പിന്നെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. പണമായാണ് അവിടെ ഞങ്ങൾ കാണിച്ച റെസിപ്റ്റിന്റെ ഉടമകൾ ഉൾപ്പെടെ അവിടെ നൽകിയിട്ടുള്ളത്, അക്കൗണ്ടിലേക്കല്ല. അപ്പൊ അവിടെ ഒരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ഇന്ന് പത്രസമ്മേളനത്തിൽ MLA പറഞ്ഞ ഒരു കാര്യം, ഞാൻ മാത്രമല്ല, മന്ത്രിമാര് പോയിട്ടുണ്ട്, MLA-മാര് പോയിട്ടുണ്ട്, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരും പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണ്. അതുപോലെ ഞാനും വഞ്ചിക്കപ്പെട്ടു എന്ന് പറയുക. അങ്ങനെ മന്ത്രിമാരും MLA-മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും, അത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട്, അവര് എല്ലാം പറ്റിക്കപ്പെട്ടു എന്ന് പറയുന്നു. അതുപോലെ പറ്റിക്കപ്പെട്ട ഒരു വ്യക്തിയല്ല നജീബ് കാന്തപുരം MLA. അദ്ദേഹം അനന്തകൃഷ്ണനുമായി കൂടിച്ചേർന്ന് മുദ്ര ഫൗണ്ടേഷൻ ഉണ്ടാക്കി, അതുവഴി ഉപഭോക്താക്കളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ച് അവരുടെ കൈകളിൽ നിന്ന് പണം പറ്റി മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് നൽകി ആ പണത്തിൽ നിന്നും കുറച്ച് പണം അടിച്ചു മാറ്റി ബാക്കി തുക അനന്തകൃഷ്ണന് നൽകിയ വ്യക്തിയാണ് നജീബ് കാന്തപുരം MLA. ഇതുപോലെ മറ്റേതെങ്കിലും MLA ഉണ്ടോ? ഇതുപോലെ മറ്റേതെങ്കിലും മന്ത്രിമാരുണ്ടോ? ഇതുപോലെ മറ്റേതെങ്കിലും ജനപ്രതിനിധികളുണ്ടോ? ഇല്ല. അപ്പൊ ഇത് പെരിന്തൽമണ്ണ മോഡൽ ഒരു തട്ടിപ്പ് ഇവിടെ MLA നജീബ് കാന്തപുരം ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് പെരിന്തൽമണ്ണക്കാർക്ക് ആകെ അപമാനകരമാണ്. പെരിന്തൽമണ്ണയിൽ വന്ന് ഇവിടെ അഭയം തേടിയ ഒരു മനുഷ്യനാണ് നജീബ് കാന്തപുരം. അദ്ദേഹമാണ് പെരിന്തൽമണ്ണക്കാരെ, ഇവിടെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചൂഷണം ചെയ്ത്, അവരുടെ പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഈ തട്ടിപ്പ് നടത്തിയിട്ടുള്ളത്. അത് അങ്ങനെ പെരിന്തൽമണ്ണക്കാർ പൊറുക്കില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇത് ജനങ്ങളിൽ നിന്ന് പണം വാങ്ങിയത് അനന്തകൃഷ്ണനല്ല. ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയത് MLA ഓഫീസിൽ പ്രവർത്തിക്കുന്ന മുദ്ര ഫൗണ്ടേഷനാണ്. ജനങ്ങൾ പണം നൽകിയത് MLA ഓഫീസിൽ നിന്നുള്ള പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പത്രവാർത്തയായി കണ്ടതിന്റെ ഭാഗമായി അപേക്ഷിച്ചതാണ്. അപ്പൊ MLA-യുടെ പത്രക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷ നൽകി MLA ഓഫീസിൽ ചെന്ന് പണമടച്ച് മുദ്ര ഫൗണ്ടേഷന്റെ റെസിപ്റ്റ് കൈപ്പറ്റി MLA ഓഫീസിൽ നിന്ന് എല്ലാ കൈമാറ്റങ്ങളും നടന്നൊരു തട്ടിപ്പാണിത്. അപ്പൊ MLA ഓഫീസ് കേന്ദ്രീകരിച്ച് MLA-യുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ ഇവിടെ ഉപഭോക്താക്കൾ എത്ര ആളുകൾ ഇതിൽ പറ്റിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് പറയേണ്ടത് MLA ആണ്. അദ്ദേഹം ചില കണക്കുകൾ ഇവിടെ സൂചിപ്പിച്ചു. ആ കണക്കുകൾ പ്രകാരം കൂട്ടി നോക്കുമ്പോൾ ഒരു പ്രാഥമികമായി ഇപ്പൊ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഏകദേശം 2 കോടിയിൽ പരം രൂപയുടെ തട്ടിപ്പ്, ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇപ്പൊ ഈ പറഞ്ഞ കണക്കുകൾ പ്രകാരം, അദ്ദേഹം വെളിപ്പെടുത്തിയ കണക്കാണിത്. ഇനി വെളിപ്പെടുത്താൻ എത്ര ഉണ്ടാവും? ഗൃഹോപകരണങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, ഒരു ടീമുമായി ചേർന്ന് ഗൃഹോപകരണങ്ങൾ 50% കിഴിവിൽ നൽകുന്നു എന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. തയ്യൽ മെഷീന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, സൈക്കിളിന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ബൈക്കിന്റെ പേരിൽ തട്ടിപ്പ്. ആകെ മൊത്തം മുദ്ര എന്നൊരു കൊള്ള സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു മുദ്ര ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു കൊള്ള സംഘം പെരിന്തൽമണ്ണയിൽ നിരവധിയായ മനുഷ്യരെയാണ് ഇതുപോലെ പറ്റിച്ചിട്ടുള്ളത്. എത്ര പേരെ പറ്റിച്ചു എന്നത് MLA തന്നെ പറയണം. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇതിന്റെ രേഖകൾ ഉണ്ടാവും. അതിനെ സംബന്ധിച്ച് സമഗ്രമായ പരിശോധന നടത്തണം. എത്ര പേർ പറ്റിക്കപ്പെട്ടു എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ഇദ്ദേഹം പറഞ്ഞ വെളിപ്പെടുത്തിയ കണക്ക് പ്രകാരം 2 കോടിയിൽ കുറയാത്ത തുകയാണ് ഇവിടെ പറ്റിക്കപ്പെട്ടുള്ളത്. എത്ര ഗുണഭോക്താക്കളുണ്ട് എന്നതിനെ സംബന്ധിച്ചെല്ലാം ഇനി പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. ഏതായാലും DYFI ഈ വിഷയത്തിൽ ശക്തമായ സമരം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ
പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് ബഹുജനങ്ങളെ കൂടി അണിനിരത്തിക്കൊണ്ട് ഒരു വലിയ മാർച്ച് നടത്തുന്നതിന് വേണ്ടി, പ്രതിഷേധ മാർച്ച് നടത്തുന്നതിന് വേണ്ടി DYFI തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഈ മാർച്ചിൽ ആദ്യഘട്ടത്തിൽ ഞങ്ങൾ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ തീരുമാനിക്കുന്നു. തുടർന്ന് MLA ഓഫീസിൽ ജനങ്ങൾ നൽകിയിട്ടുള്ള പണമുണ്ട്, അത് MLA വിശ്വസിച്ച് നൽകിയ പണമാണ്. ആ പണം അദ്ദേഹം തിരികെ നൽകാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ സമരം തുടർച്ചയായ സമരമായിട്ടുണ്ടാകും. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ നീങ്ങും. MLA ആ ചുമതലയിൽ നിന്ന് താഴെ ഇറക്കുന്നത് വരെ, അദ്ദേഹം അത് രാജിവെച്ച് ഒഴിഞ്ഞു പോകുന്നത് വരെയുള്ള ശക്തമായ സമരം നടത്തും. ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത പണം ശക്തമായ നിയമ പോരാട്ടത്തിലൂടെയും പ്രക്ഷോഭത്തിലൂടെയും MLA നജീബ് കാന്തപുരത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ ഈടാക്കി ഞങ്ങൾ ജനങ്ങളിലേക്ക് തിരികെ നൽകുന്നത് വരെയുള്ള ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകണമെന്നതാണ് DYFI പെരിന്തൽമണ്ണ ബ്ലോക്ക് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, അനന്തകൃഷ്ണന് ധാരാളം സ്വത്തുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്ത് വിറ്റ് നമുക്ക് പെരിന്തൽമണ്ണക്കാരുടെ പണം തിരികെ നൽകാമെന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ നടത്തിയിട്ടുള്ളത്. അങ്ങനെ പെരിന്തൽമണ്ണക്കാരെ പറ്റിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പെരിന്തൽമണ്ണക്കാർ പണം നൽകിയത് അനന്തകൃഷ്ണനല്ല, MLAയുടെ മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷന് MLA ഓഫീസിൽ വെച്ച് MLA പറഞ്ഞത് പ്രകാരം നൽകിയതാണ് പെരിന്തൽമണ്ണക്കാര പണം. അതുകൊണ്ട് ആ പണം നൽകേണ്ട ഉത്തരവാദിത്തം അനന്തകൃഷ്ണനല്ല, MLAക്കാണ്. അദ്ദേഹം ആ പണം നൽകുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഒരു കാരണവശാലും പാടില്ല. അദ്ദേഹം അതിന് മറുപടി പറയണം എന്നതാണ് DYFI എന്ന നിലയിൽ സൂചിപ്പിക്കാനുള്ള കാര്യം.